functions. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻസ് കണ്ടു. ഈ സെക്ഷനിൽ നമ്മൾ കാണുന്നത് absolutely continuous ആയിട്ടുള്ള functions ആണ്. First we see the definition of an absolutely continuous function on closed interval AB. F എന്ന് പറയുന്നത് ക്ലോസ് ബൗണ്ടഡ് ഇന്റർവൽ a, b യിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ. എഫിനെ നാം ഒരു അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് പറയുന്നത് provided for each epsilon greater than 0 there exists a delta greater than 0 such that if we take any finite disjoint collection open interval a1 b1 comma open interval a2 b2 comma etc open interval a and bn which are open intervals in open interval ab, if sigma k equal to 1 to n bk minus ak is less than delta, then sigma k equal to 1 to n modulus of f of bk minus f of ak is less than epsilon. So if we have this AB, f is a real valued function defined on this closed bounded interval AB. We say that it is absolutely continuous on AB. If for each epsilon greater than 0, there is a delta greater than 0 such that if you take any finite disjoint collection of open intervals in AB, that is say you take A1, B1, ഈ A1 എന്ന് പറയുന്നത് എയും ആവാൻ കേട്ടോ, പ്രശ്നമൊന്നുമില്ല, A2, B2, etc. AN, BN. ഇങ്ങനെ ഒരു ഫൈനൈറ്റ് disjoint collection of open intervals consider ചെയ്യുന്നു. എങ്ങനെ? such that മോഡ് വേണമെന്നില്ല, B1 minus A1 plus B2 minus A2 plus etc plus BN minus AN less than delta ആണ് എങ്കിൽ B1 minus A1 plus B2 minus A2 plus etc plus Bn minus An less than delta implies modulus of f of B1 minus f of A1 plus modulus of f of B2 minus f of A2 plus etc plus modulus of f of Bn minus f of An less than epsilon. ഇതാണ് ഡെഫിനിഷൻ. എഫ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ് ബൗണ്ടഡ് ഇന്റർവൽ എ ബി ആണ്. എഫിനെ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലുള്ള ഒരു അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 തന്നാലും നമുക്കൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ കഴിയണം, സച്ച് ദാറ്റ് ദ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഇഫ് യു ടേക്ക് എനി ഫൈനൈറ്റ് ഡിസ്ജോയിന്റ് കളക്ഷൻ ഓഫ് ഓപ്പൺ ഇന്റർവൽസ് ഇൻ എ ബി, സേ ഓപ്പൺ ഇന്റർവൽ a1 b1, open interval a2 b2 etc open interval an bn, if b1 minus a1 plus b2 minus a2 plus etc plus bn minus an is less than delta, then mod f of b1 minus f of a1 plus mod f of b2 minus f of a2 plus etc plus mod f of bn minus f of an is less than epsilon. One thing we can very easily observe is that f എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലുള്ള ഒരു അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലുള്ള ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓൺ എ ക്ലോസ് ബൗണ്ടഡ് ഇന്റർവൽ എ ബി ഈസ് സെറ്റ് ടു ബി യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി പ്രൊവൈഡഡ് for each epsilon greater than 0 there is a delta greater than 0 such that for any u comma v belongs to closed interval AB, if mod u minus v is less than delta, then mod f of u minus f of v is less than epsilon. ഇതാണ് യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ.
അപ്പൊ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ ഡെഫിനിഷൻ പ്രകാരം ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കാൻ ലെറ്റ് യു കോമ ബി ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ എ കോമ ബി എടുക്കുക. യുവും ബിയും ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലെ ഏത് രണ്ട് പോയിന്റ്സും ആയിക്കൊള്ളട്ടെ. വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി യു മേ അസ്യൂം ദാറ്റ് യു ലെസ് ദാൻ ബി. അങ്ങനെയാണെങ്കിൽ നാം ഈ ഫൈനൈറ്റ് ഡിസ്ജോയിന്റ് കളക്ഷൻ ആയിട്ട് ഈ ഓപ്പൺ ഇന്റർവൽ യു കോമ വി മാത്രം ഉൾക്കൊള്ളുന്ന കളക്ഷൻ എടുക്കുക. ഈ ഫൈനൈറ്റ് ഡിസ്ജോയിന്റ് കളക്ഷനിൽ ആകെ ഓപ്പൺ ഇന്റർവൽ യു കോമ വി മാത്രമേ ഉണ്ടാകൂ. അങ്ങനെയാണെങ്കിൽ അബ്സല്യൂട്ട് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം സിഗ്മ കെ ഈക്വൽ ടു 1 to n ബി കെ മൈനസ് എ കെ എന്നുള്ളതിന് പകരം യു മൈനസ് വി, വി മൈനസ് യു അല്ലെങ്കിൽ മോഡ് യു മൈനസ് വി ഓട്ടോറിറ്റി. യു ഓപ്പൺ ഇന്റർവൽ യു കോമ വി ആണെങ്കിൽ മോഡ് യു മൈനസ് വി എന്ന് പറയുന്നത് വി മൈനസ് യു ആണ്. അപ്പൊ മോഡ് യു മൈനസ് വി, അതായത് വി മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ ആണ് എങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് യു ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. അതായത് എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അപ്പോ എന്താണ് ആ ക്രൈറ്റീരിയ വരുന്നത്? അതാണ് ഇവിടെ ഒറ്റ ലൈനിൽ എഴുതിയിരിക്കുന്നത്. ദ ക്രൈറ്റീരിയൻ ഫോർ ആബ്സല്യൂട്ട് കണ്ടിന്യൂറ്റി ഇൻ ദ കേസ് the finite collection of intervals consists of a single interval. ഈ ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഇന്റർവൽസിന് പകരം സിംഗിൾ ഇന്റർവൽ യു വി മാത്രമേ ആ ഫൈനൈറ്റ് കളക്ഷനിലുള്ളൂ എങ്കിൽ ദാറ്റ് ഈസ് പ്രിസൈസ്ലി ദ ക്രൈറ്റീരിയൻ ഫോർ യൂണിഫോം കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓൺ എ ബി. ഏത് യു കോമ വി എടുത്താലും ആ ഫൈനൈറ്റ് കളക്ഷൻ ആയിട്ട് ഓപ്പൺ ഇന്റർവൽ യു കോമ വി എടുത്ത് അബ്സല്യൂട്ട് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിഫോം കണ്ടിന്യൂറ്റി കിട്ടും. യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതിന്റെ കോൺവേഴ്സ് ശരിയല്ല. കോൺവേഴ്സിന് ശരിയല്ല എന്ന് പറയുന്ന കൗണ്ടർ എക്സാമ്പിൾ ആക്ച്വലി കാൻഡർ ലെബേഗ് ഫംഗ്ഷൻ ആണ് നമുക്ക് പറയാവുന്ന ഒരു എക്സാമ്പിൾ. പക്ഷെ കാൻഡർ ലെബേഗ് ഫംഗ്ഷൻ നമ്മുടെ സിലബസിൽ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിന്റെ കോൺവേഴ്സ് ശരിയല്ല എന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ. Is that okay? Any questions till this particular point? Clear ആണോ? Sir, clear ആണ്. Now we shall consider one or two simple properties of absolutely continuous functions. നമ്മൾ functions of bounded variationsന്റെ കാര്യത്തിലും നമ്മൾ കാണേണ്ടായി. എഫും ജിയും ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എഫ് പ്ലസ് ജിയും അതുപോലെ ആൽഫ എഫും ഒക്കെ ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ആണ്. പ്രോഡക്റ്റും അങ്ങനെയാണ് എന്നൊക്കെ കാണുന്നത്. അത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫങ്ഷൻസിന്റെ കാര്യത്തിലും അത് ശരിയാണ് എന്നുള്ളതാണ്. അവിടെ ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻസിന്റെ കാര്യത്തിലുള്ള അതേ സ്റ്റൈൽ ഓഫ് പ്രൂഫ് തന്നെയാണ്. എങ്കിലും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്. ക്വിക്ലി നമുക്കത് പറഞ്ഞു പോവാം. അപ്പൊ നമ്മളിവിടെ തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എഫും ജിയും അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെങ്കിൽ ആദ്യം നമ്മൾ തെളിയിക്കുന്നത് എഫ് പ്ലസ് ജി അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്നാണ്. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 തന്നിരിക്കുന്നു എന്ന് കരുതുക. എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് absolute continuity definition prakaram there will be some delta 1 greater than 0 such that for every finite disjoint collection open interval a k b k equal to 1 to n of open intervals in ab, if sigma k equal to 1 to n bk minus ak is less than delta 1, then sigma k equal to 1 to n mod f of bk minus f of ak is less than epsilon by 2. Epsilon greater than 0 ആണെങ്കിൽ epsilon by 2 greater than 0. അപ്പോൾ ഈ ആദ്യത്തെ പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഈ സെന്റൻസിൽ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. ആ സെന്റൻസിന്റെ കാരണം എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, അബ്സല്യൂട്ട് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ ആണ്. അതുപോലെ ജി അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡെൽറ്റ 2 കണ്ടുപിടിക്കാൻ കഴിയും. സച്ച് ദാറ്റ് ഫോർ എവറി ഫൈനൈറ്റ് ഡിസ്ജോയിന്റ് കളക്ഷൻ open interval a k b k for k equal to 1 to n of open intervals in AB, if sigma k equal to 1 to n bk minus ak is less than delta 2, then sigma k equal to 1 to n mod g of bk minus g of ak is less than epsilon by 2. And as usual, we choose delta to be the minimum of delta 1 comma delta 2. If you consider any finite disjoint collection open interval a k b k equal to 1 to n of open intervals in AB, if you assume that sigma k equal to 1 to n bk minus ak is less than delta, then obviously sigma k equal to 1 to n bk minus ak will be less than delta 1 as well as delta 2. So both these can be applied. So then what you get is that sigma k equal to 1 to n f plus modulus of f plus g of bk minus f plus g of ak
which is equal to sigma k equal to 1 to n modulus of f plus g of bk, f of bk plus g of bk എന്ന് എഴുതാം. f plus g of ak, f of ak plus g of ak എന്ന് എഴുതാം. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇങ്ങനെയാവും. അടുത്ത സ്റ്റെപ്പിൽ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി ഉപയോഗിച്ച് രണ്ട് സമ്മേഷൻ ആയിട്ട് മാറ്റി എഴുതിയാൽ ഇങ്ങനെയാവും. ആൻഡ് ദ ഫസ്റ്റ് എക്സ്പ്രഷൻ വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 because sigma k equal to 1 to n bk minus ak is less than delta 1. Less than delta ആണല്ലോ. Delta എന്ന് പറയുന്നത് minimum of delta 1 and delta 2 ആണ്. So that will be definitely less than delta 1. And the next one will be less than sigma k equal to 1 to n bk minus ak is obviously less than delta 2 as well. So the first one will be less than epsilon by 2 and the second one will be less than epsilon by 2. So that this is less equal to epsilon, which shows that f plus g is absolutely continuous. And as far as alpha f is concerned, if epsilon greater than 0 is given, if alpha equal to 0, then obviously alpha f എന്ന് പറഞ്ഞാൽ zero function ആണ്. Zero function ആയി കഴിഞ്ഞെങ്കിൽ sigma k equal to 1 to n 0 of bk minus 0 of ak എന്നൊക്കെ പറഞ്ഞാൽ എല്ലായ്പ്പോഴും 0 ആണ് കിട്ടുക. That will be less than any epsilon greater than 0. So obviously that trivially it is absolutely continuous if alpha equal to 0. If alpha is not equal to 0, we use the definition of absolute continuity of f to say that there will be some delta greater than 0 such that this happens whenever sigma k equal to 1 to n bk minus ak is less than delta, but we have a sigma k equal to 1 to n mod f of bk minus f of ak is less than epsilon by mod alpha. If alpha is not equal to 0, this makes sense. So if sigma k equal to 1 to n bk minus ak is less than delta, what you get is that sigma k equal to 1 to n alpha f of bk minus alpha f of ak, which you can written as modulus alpha can be taken outside that, and you get that is less than epsilon. Shows that alpha f is absolutely continuous. Is that okay? Okay, sir. Then regarding the product, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എഫും ജിയും absolutely continuous ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എഫും ജിയും continuous on closed bounded interval ab എന്നാണ്. അതിനർത്ഥം എഫും ജിയും ബൗണ്ടഡ് ആണെന്നാണ്. So there will be some constant m1 such that mod f of x is less than or equal to m1 for every x in closed interval ab, and mod g of x will be less than or equal to m2, some m2 for every x belongs to closed interval ab, and you choose m to be the maximum of m1 and m2 so that there will be a constant capital M such that mod f of x is less than or equal to capital M and mod g of x is less than or equal to capital M for every x belongs to closed interval ab. Let epsilon greater than 0 be given. Use the absolute continuity of f to say that there will be some delta 1 greater than 0 such that if you take any finite disjoint collection of open intervals in AB with sigma k equal to 1 to n bk minus ak less than delta 1, we have sigma k equal to 1 to n mod f of bk minus f of ak less than epsilon by 2m. Similarly, use the absolute continuity of g to get a delta 2 greater than 0 such that whenever sigma k equal to 1 to n bk minus ak is less than delta 2, sigma k equal to 1 to n mod g of bk minus g of ak is less than epsilon by 2m. Choose delta to be minimum of delta 1 and delta 2. You take any finite disjoint collection ak bk of open intervals in AB with sigma k equal to 1 to n bk minus ak less than delta. We have sigma k equal to 1 to n fg of bk minus fg of ak is equal to sigma k equal to 1 to n fg of bk can be written as f of bk into g of bk, and fg of ak can be written as f of ak into g of ak, and that can be written as, that is the only step you have to remember, which is an easy step. This can be written as f of bk minus f of ak into g of bk. അതായത് f of ak g of bk എന്ന് പറയുന്ന എക്സ്പ്രഷൻ minus em plus em ചെയ്യുന്നു. So you can write it like this. Then use the triangle inequality to write this as sigma less than or equal to sigma k equal to 1 to n mod f of bk minus f of ak into mod g of bk plus sigma k equal to 1 to n mod f of ak into mod g of bk minus g of ak. F and g bounded ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. So mod g of bk will be less than or equal to m and mod f of ak will be less than or equal to m. So that m can be taken outside. You will get this. And sigma k equal to 1 to n bk minus ak less than delta ആയതുകൊണ്ട് delta minimum of delta 1 and delta ആയതുകൊണ്ട് delta 1നേക്കാളും delta 2നേക്കാളും ചെറുതായിരിക്കും. അതുകൊണ്ട് ഈ എക്സ്പ്രഷൻ അതായത് sigma k equal to 1 to n mod f of bk minus f of ak will be less than epsilon by 2m. The other one will be the same. So you can add, you will get it as epsilon, which shows that fg is absolutely continuous on closed interval. Is that okay?
Okay, sir. Then we have a proposition which is also a very easy proposition. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് എന്താണ് absolutely continuous functionsന്റെ definition എന്ന് കണ്ടു. absolutely continuous ആണെങ്കിൽ uniformly continuous ആണെന്നും അതുകൊണ്ട് തന്നെ അത് continuous ആണെന്നും കണ്ടു. കോൺവേഴ്സ് ശരിയാകണമെന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് എഫും ജിയും absolutely continuous on closed interval AB ആണെങ്കിൽ എഫ് പ്ലസ് ജിയും ആൽഫ എഫും ആൽഫ ഒരു റിയൽ നമ്പർ അതുപോലെ എഫ് ജിയും absolutely continuous ആണെന്ന് കണ്ടു. ഇനി നമ്മൾ പറയുന്നത് ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ലിപ്ഷിറ്റ്സ് ആണ് എങ്കിൽ അത് തീർച്ചയായിട്ടും absolutely continuous ആണ് എന്നുള്ളതാണ്. പ്രൂഫ് വളരെ ഒബ്വിയസ് ആണ്. നമുക്ക് എഫ് ലിപ്ഷിറ്റ്സ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ there will be some positive constancy such that ലിപ്ഷിറ്റ്സിന്റെ ഡെഫിനിഷൻ ഇതാണ്. mod f of u minus f of v is less than or equal to c into mod u minus v for all u comma v belongs to closed interval ab. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുക. നമുക്ക് എഫ് absolutely continuous ആണെന്നാണ് തെളിയിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ we have to find some delta greater than 0 such that for every finite disjoint collection open interval ak bk for k equal to 1 to n of open intervals in ab, if sigma k equal to 1 to n bk minus ak is less than delta, then sigma k equal to 1 to n mod f of bk minus f of ak is less than epsilon. അതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ epsilon greater than 0 തന്നിരിക്കുന്നു എന്ന് വിചാരിക്കുക. You choose delta equal to epsilon by c and you take any finite disjoint collection, say open interval ak bk for k equal to 1 to n of open intervals in ab, and we assume that sigma k equal to 1 to n bk minus ak is less than delta. Our attempt is to show that sigma k equal to 1 to n mod f of bk minus f of ak is less than epsilon. Let us check whether it is true or not. Sigma k equal to 1 to n mod f of bk minus f of ak. Since f is Lipschitz, mod f of bk minus f of ak is less than or equal to c into mod bk minus ak. So this step is from the assumption that f is Lipschitz. Mod bk minus ak is the same as bk minus ak because bk is greater than ak. So you get that c into sigma k equal to 1 to n bk minus ak. Our assumption is that sigma k equal to 1 to n bk minus ak is less than delta. അല്ലെങ്കിൽ അങ്ങനെയുള്ള finite disjoint collection of open intervals ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. So this will be less than delta. That is less than c into delta. But delta is epsilon by c. So you get that. That is less than epsilon. Which shows that f is absolutely continuous. So every Lipschitz function on closed interval ab is absolutely continuous. It's a very easy proof. Okay? Okay, sir. Again, the converse is not true in general, but I'm not discussing that particular problem. That can be done as a problem. So you may try to do that exercise. That is a problem in the exercise. The converse is not true in general. അതായത് function absolutely continuous on closed interval ab ആണ് എന്നുള്ളത് കൊണ്ട് function Lipschitz on closed interval ab ആവണമെന്നില്ല. And the counter example is f of x equal to root x on closed interval 0, 1. f of x equal to root x on closed interval 0, 1. Lipschitz അല്ല എന്നൊക്കെ നിങ്ങൾ റിയൽ അനാലിസിസിലും ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിച്ചപ്പോഴും ഒക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. f of x equal to root x is not a Lipschitz function. And it can be proved that f of x equal to root x is in fact an absolutely continuous function on closed interval 0. So I'm not doing that problem for the moment. You may try to do that. That is a problem in our exercise. You may attempt that. Okay. And ആ പ്രോബ്ലം ചെയ്യുന്നതിന്റെ ഒരു രീതിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. This is how we do that problem. അതായത് എഫ് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ. മാത്രമല്ല ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും, ഓഫ് കോഴ്സ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എപ്സിലോൺ ലെസ് ദാൻ 1 എടുക്കുമ്പോഴും ക്ലോസ്ഡ് ഇന്റർവൽ എപ്സിലോൺ 1 എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ് എന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും എഫ് വേണമെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആവാതെ ഇരിക്കാം. അതാണ് ഈ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് പാർട്ട് പറയുന്നത്. അതായത് എഫ് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇഫ് യു ടേക്ക് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലെസ് ദാൻ 1, ക്ലോസ്ഡ് ഇന്റർവൽ എപ്സിലോൺ 1 എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ്. ബട്ട് സ്റ്റിൽ എഫ് ഫെയിൽസ് ടു ബി അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 0.
പക്ഷേ ഈ എഫ് ഈ ആദ്യത്തെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു, അതായത് എഫ് ക്ലോസ് ഇന്റർവൽ 0, 1 കണ്ടിന്യൂസ് ആണ്. ഫോർ എനി 0 ലെസ് ദാൻ എപ്സിലോൺ ലെസ് ദാൻ 1 ക്ലോസ്ഡ് ഇന്റർവൽ എപ്സിലോൺ 1 അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ്. ഫർദർ എഫ് ഇൻക്രീസിംഗും കൂടിയാണ് എങ്കിൽ എഫ് ക്ലോസ് ഇന്റർവൽ 0, 1 അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആയിരിക്കും. റൂട്ട് എക്സിനെ സംബന്ധിച്ചിടത്തോളം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏത് ക്ലോസ്ഡ് ഇന്റർവൽ എപ്സിലോൺ 1 എടുത്താലും വേർ 0 ലെസ് ദാൻ എപ്സിലോൺ ലെസ് ദാൻ 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. കൂടാതെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ഇൻക്രീസിംഗ് ആണ് എന്നും നമുക്കറിയാം. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 ഈ പ്രോബ്ലം പ്രകാരം അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്നത് ലിപ്സിറ്റ്സ് അല്ല എന്നുള്ളത് നമുക്ക് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നിന്നും റീൻ അനാലിസിസിൽ നിന്നൊക്കെ അറിയാവുന്ന കാര്യം. അതാണ് ആക്ച്വലി ഒരു കൗണ്ടർ എക്സാമ്പിൾ ചെയ്യാനായിട്ടുള്ള ടെക്നിക്ക്. അതാണ് കുറച്ച് സ്ലൈറ്റ്ലി ലെങ്ത് ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം അതിനെ next we move to a theorem which says that any absolutely continuous function on the closed bounded interval AB is in fact the difference of two functions which are increasing absolutely continuous functions. അതായത് എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എഫിനെ നമുക്ക് ജി മൈനസ് എച്ച് എന്ന് എഴുതാൻ കഴിയും, വേർ ബോത്ത് ജി ആൻഡ് എച്ച് ആർ ഇൻക്രീസിംഗ് ആസ് വെൽ ആസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പൊ അതുകൊണ്ട് ഇൻ പെർട്ടിക്കുലർ ജിയും എച്ചും ഇൻക്രീസിംഗ് ആണെങ്കിൽ എഫിനെ നമുക്ക് ജി മൈനസ് എച്ച് എന്ന് എഴുതാൻ സാധിച്ചാൽ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ച ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻസിന്റെ ക്യാരക്ടറൈസേഷൻ പ്രകാരം നമുക്ക് എഫ് എന്ന് പറയുന്നത് ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് കിട്ടും. അതാണ് ഇൻ പർട്ടിക്കുലർ ഇറ്റ് ഈസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ എന്നും പറയും. ഐ ഹോപ്പ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ക്ലിയർ. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ സർ. ലെറ്റ് us try to give the proof. പ്രൂഫ് അങ്ങനെ ബുദ്ധിമുട്ടുള്ള പ്രൂഫ് ഒന്നുമല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. രണ്ട് ക്ലെയിമുകളാണ് നമ്മൾ ഈ പ്രൂഫിൽ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്ലെയിമിൽ നമ്മൾ ചെയ്യുന്നത് എഫ് ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഫംഗ്ഷൻ ആണെന്ന് തെളിയിക്കുകയാണ്. രണ്ടാമത്തെ ക്ലെയിമിൽ നമ്മൾ പറയുന്നത് ഈ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതും അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ് എന്നാണ് നമ്മൾ തെളിയിക്കാനായിട്ട് പോകും. അത് രണ്ടും തെളിയിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി റിസൾട്ട് പ്രൂവ് ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അവസാനം കാണാം. അവർ ഫസ്റ്റ് ക്ലെയിം ഈസ് ദാറ്റ് എഫ് ഈസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ. അപ്പോൾ ആകെയുള്ള അസംഷൻ എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ് എന്നുള്ളതാണ്. നമുക്ക് എഫ് ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ എഫ് ഈസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൂഫ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് എപ്സിലോൺ എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കുക, എന്നിട്ട് എഫിന്റെ അബ്സല്യൂട്ട് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ കഴിയും സച്ച് ദാറ്റ് ഇഫ് യു ടേക്ക് എനി ഫൈനൈറ്റ് ഡിസ്ജോയിന്റ് കളക്ഷൻ ഓഫ് ഓപ്പൺ ഇന്റർവൽസ് എ കെ ബി കെ ഫോർ കെ ഈക്വൽ ടു 1 to n in open interval AB, if sigma k equal to 1 to n bk minus ak is less than delta, then sigma k equal to 1 to n mod f of bk minus f of ak is less than 1. നമുക്ക് എഫ് ബൗണ്ടഡ് വേരിയേഷൻ ഉള്ള ഫംഗ്ഷൻ ആണ് എന്ന് തെളിയിക്കാനായിട്ട് ഡെഫിനിഷൻ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എഫിന്റെ ടോട്ടൽ വേരിയേഷൻ ഫൈനൈറ്റ് ആണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഉപയോഗിച്ചിട്ടുള്ള ഇതിന്റെ കാരണം, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിന്റെ കാരണം എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് മാത്രമാണ്. പി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയെ നമ്മൾ ക്യാപിറ്റൽ എൻ ക്ലോസ്ഡ് സബ് ഇന്റർവൽസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യും. C1 D1, C2 D2 എക്സെട്ര CN DN. ഇത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുക. അപ്പോൾ എ എന്ന് പറയുന്നത് വേണമെങ്കിൽ C1 എടുക്കാം,
അതുപോലെ ഡി ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ബി ആണ്. അത് നമ്മൾ ക്ലോസ്ഡ് സബ് ഇന്റർവൽസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യാണ് ഈ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. എന്നിട്ട് എങ്ങനെ എന്താ അതിന്റെ പ്രത്യേകത? ഈ ഓരോ സബ് ഇന്റർവലിന്റെയും ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റയാണ്. അങ്ങനെ ചെയ്യാലോ, n വലുതാക്കി എടുത്താൽ മതി. സെക്കൻഡ്, കേൾക്കാലോ അല്ലെ? അപ്പോ ക്യാപിറ്റൽ എൻ സഫീഷ്യന്റ്ലി ലാർജ് ആയിട്ട് ചൂസ് ചെയ്താൽ മതി. പക്ഷെ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞ ഒരു ഫിക്സ്ഡ് ഇന്റീജർ ആണ് കേട്ടോ. നമുക്ക് ഒരു എന്താ പറയേണ്ടത്, ഒരു ഡെൽറ്റ ഉണ്ട്. ആ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സബ് ഇന്റർവെലിന്റെയും ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന തരത്തിൽ വലിയ ഒരു ക്യാപിറ്റൽ എൻ നമ്മൾ ചൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. So P is a partition of closed interval AB into n closed subintervals such that each subinterval has length less than delta. അപ്പോൾ C1 D1 അതിന്റെ ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റ ആണ്, C2 D2 അതിന്റെ ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റ ആണ്. അങ്ങനെ ഓരോ സബ് ഇന്റർവെലിന്റെ ലെങ്ത്തും ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന തരത്തിൽ എ ബിയെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. പല വിധത്തിൽ പലതരത്തിൽ അല്ല പല തവണ നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട് തോന്നുന്നില്ല. നമുക്ക് അതിനകത്ത് ഒരു സബ് ഇന്റർവൽ, ഓരോ സബ് ഇന്റർവെലും പരിഗണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സി കെ ഡി കെ, ജനറലി സി കെ ഡി കെ ഫോർ കെ ഈക്വൽ ടു 1 to etc. C1 D1 C2 D2 അങ്ങനെ ഓരോന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ സി കെ ഡി കെയുടെ ഒരു പാർട്ടീഷൻ ആണ് പി ഡാഷ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ സി കെ ഡി കെ എന്ന് പറയുന്ന ക്ലോസ് ബൗണ്ടഡ് ഇന്റർവെല്ലിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷന്റെ പി ഡാഷ് എന്ന് പറയുന്ന, പി ഡാഷ് ഏത് പാർട്ടീഷൻ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് പറയണേ, ആരുടെ? സി കെ ഡി കെയുടെ പി ഡാഷ് എന്ന് പറയുന്ന പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻ ലെസ് ദാൻ 1 ആണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് നോക്കാം. ഈ കാരണത്താലാണ് അത് പറയാൻ സാധ്യത. നമുക്ക് നോക്കാം. ഞാൻ അതിനിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. പി ഡാഷ് എന്ന് പറയുന്നത് സി കെ ഡി കെയുടെ ഒരു പാർട്ടീഷൻ ആണല്ലോ. അപ്പൊ നമുക്ക് പി ഡാഷ് എന്ന് പറയുന്നതിന് ഇങ്ങനെ നമ്മൾ എഴുതിയെന്ന് കരുതുക. അതായത് സി കെ എന്ന് പറഞ്ഞാൽ x0, പിന്നെ x1 x2 അങ്ങനെ xn, അതാണ് പാർട്ടീഷനിലെ പോയിന്റുകൾ. അതിനകത്ത് ആദ്യത്തെ പോയിന്റ് സ്വാഭാവികമായിട്ട് സി കെയും അവസാനത്തെ പോയിന്റ് ഡി കെയും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് x1 മൈനസ് x0 പ്ലസ് x2 മൈനസ് x1 പ്ലസ് എക്സെട്ര പ്ലസ് xn മൈനസ് xn മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഈ x1ഉം x2ഉം അങ്ങനെയുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി ആകെ xnഉം മൈനസ് x0 മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് അത് ഡി കെ മൈനസ് സി കെ ആണ്. പക്ഷെ ഡി കെ മൈനസ് സി കെ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഡെൽറ്റയാണ്. കാരണം ഓരോ സബ് ഇന്റർവെലിന്റെയും ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റയാണെന്നാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ലെസ് ദാൻ ഡെൽറ്റയാണ്. അപ്പൊ എന്ത് കിട്ടുന്നു നമുക്ക്? x1 മൈനസ് x0, അപ്പോ x0 x1 x1 x2 എക്സെട്ര xn xn മൈനസ് 1 എന്ന് പറയുന്നത് എ ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഓപ്പൺ ഇന്റർവെൽസ് ആണ്. ഡിസ്ജോയിന്റ് ഓപ്പൺ ഇന്റർവെൽസ് ആണ്. ഒബ്വിയസ്ലി ഡിസ്ജോയിന്റ് ഓപ്പൺ ഇന്റർവെൽസ് സച്ച് ദാറ്റ് സിഗ്മ k ഈക്വൽ ടു 1 to n xn മൈനസ് xn മൈനസ് 1, അല്ലെങ്കിൽ ഈ x1 മൈനസ് x0 പ്ലസ് x2 മൈനസ് x1 പ്ലസ് എക്സെട്ര പ്ലസ് xn മൈനസ് xn മൈനസ് 1 is less than delta. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ പ്രകാരം എന്തെഴുതാൻ പറ്റും? f മോഡുലസ് ഓഫ് f of x1 മൈനസ് f of x0 പ്ലസ് മോഡുലസ് ഓഫ് f of x2 മൈനസ് f of x1 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് f of xn മൈനസ് f of xn മൈനസ് 1 is less than 1 എഴുതാം. ഈ കണ്ടീഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള ആളാണ് ആക്ച്വലി എഫ് റെസ്ട്രിക്റ്റഡ് ടു സി കെ ഡി കെ എന്ന ഫംഗ്ഷന്റെ പി ഡാഷ് എന്ന് പറയുന്ന പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻ ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളത്. വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു സി കെ ഡി കെ വിത്ത് റെസ്പെക്ട് ടു ദ പാർട്ടീഷൻ പി ഡാഷ് ഈസ് ലെസ് ദാൻ 1. അതാണ് ഇവിടെ ഞാൻ ഒറ്റ ലൈനിൽ എഴുതിയിട്ടുള്ള, ഒറ്റ ലൈനിൽ എഴുതേണ്ട കാര്യമുള്ളൂ ബിക്കോസ് ഓഫ് ദിസ് കണ്ടീഷൻ. ക്ലിയർ ആണോ അത്? അങ്ങനെയെങ്കിൽ നമുക്ക് ടോട്ടൽ വേരിയേഷൻ ഓഫ്
ദ ഫംഗ്ഷൻ എഫ് ഓഫ് സി കെ ഡി കെ. കാരണം ഏത് പി ഡാഷ് എന്ന് പറയുന്ന പാർട്ടീഷൻ എടുത്താലും വേരിയേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. അങ്ങനെയാണെങ്കിൽ സുപ്രീമം ഓഫ് ഓൾ സച്ച് പാർട്ടീഷൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അതാണ് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു സി കെ ഡി കെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഇത് കെ ഈക്വൽ ടു 1 ശരിയാണ്, കെ ഈക്വൽ ടു 2 ശരിയാണ്, എക്സെട്ര കെ ഈക്വൽ ടു ക്യാപിറ്റൽ N ശരിയാണ്. ഇനി എഫിന്റെ ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത്, നോക്കൂ, എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലുള്ള ഫംഗ്ഷൻ ആണ്. ഈ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയെ നാം പല പല സബ് ഇന്റർവൽസ് ആയിട്ട് വിഭജിച്ച് എഴുതിയേക്കാണ്. എന്ത്? C1 D1, C2 D2, C3 D3, എക്സെട്ര Cn-1, Cn Dn, Cn-1 Dn-1 ആൻഡ് ഫൈനലി Cn Dn. അപ്പോ ഈ എഫിന്റെ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലുള്ള ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് എഫിന്റെ C1 D1 ടോട്ടൽ വേരിയേഷൻ പ്ലസ് എഫിന്റെ C2 D2 ടോട്ടൽ വേരിയേഷൻ പ്ലസ് എക്സെട്ര എഫിന്റെ Cn Dn ടോട്ടൽ വേരിയേഷൻ ആണ്. പക്ഷെ ഈ ഓരോ ടോട്ടൽ വേരിയേഷൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. റിമെമ്പർ, n എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. അതുകൊണ്ട് അത് ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് എഫ് ഈസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ എന്ന് നമുക്ക് കിട്ടും. ഈ സ്റ്റെപ്പ് കിട്ടുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോ എ ബി എന്ന് പറയുന്ന ഇന്റർവെൽ കൺസിഡർ ചെയ്തിട്ട് സി അതിന്റെ ഒരു ഇന്റീരിയർ പോയിന്റ് ആണെങ്കിൽ total variation of f on closed interval AB is equal to total variation of f on closed interval AC plus total variation of f on closed interval CB എന്ന് നമ്മൾ തെളിയിച്ചു. അത് അപ്പൊ അതിനെ ഫൈനൈറ്റ്ലി മെനി സബ് ഇന്റർവൽസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അങ്ങനെയാണ് നമുക്ക് ഈ പെർട്ടിക്കുലർ സ്റ്റെപ്പ്, ഞാൻ ഈ പറഞ്ഞ ടോട്ടൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയെ നാം C1 D1, C2 D2, എക്സെട്ര Cn Dn എന്ന് പാർട്ടീഷൻ ചെയ്യുന്നു. അപ്പോൾ എഫിന്റെ C1 D1 ടോട്ടൽ വേരിയേഷൻ പ്ലസ് C2 D2 ടോട്ടൽ വേരിയേഷൻ പ്ലസ് എക്സെട്ര പ്ലസ് Cn Dn ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് ക്ലോസ് ഇന്റർവൽ എ ബിയിലുള്ള ടോട്ടൽ വേരിയേഷൻ ആണ്. അപ്പൊ അതിനെ ഫൈനൈറ്റ്ലി മെനി സബ് ഇന്റർവൽസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതിയിട്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. Then claim 2. അപ്പൊ ആദ്യത്തെ ക്ലെയിമിൽ നമ്മൾ പറഞ്ഞത് എഫ് ഈസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ആണ്. അപ്പൊ ഇൻ പെർട്ടിക്കുലർ എഫ് ഈസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ എന്നുള്ളതിലൊക്കെ അത് നേരിട്ടൂടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ, എന്താവട്ടെ. ഇനി അടുത്ത ക്ലെയിം നമ്മൾ പറയുന്നത് ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ ഫോർ എഫ് ഈസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ്. നമ്മൾ ഫൈ എന്നൊക്കെ ഡിനോട്ട് ചെയ്തു, അതായത് എക്സ് ഗോസ് ടു ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു എ കോമ എക്സ്. നമ്മൾ അതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് എന്നൊക്കെ കണ്ടു. അത് ഉപയോഗിച്ചിട്ടാണല്ലോ, ആ ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ എഫ് ബൗണ്ടഡ് വേരിയേഷൻ ആണെങ്കിൽ നമുക്ക് രണ്ട് ഇൻക്രീസിങ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാന്ന് പറഞ്ഞത്. എഫിനെ നമ്മൾ ആക്ച്വലി എഫ് പ്ലസ് ഫൈ മൈനസ് ഫൈ എന്ന് എഴുതിയ, വേർ ഫൈ ഇസ് ദ ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ. അതേ ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ തന്നെ ഈ ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ് എന്നാണ്. നമുക്ക് നോക്കാം. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എഫിന്റെ അബ്സല്യൂട്ട് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം ഇത് എഴുതാം. എഫിന്റെ അബ്സല്യൂട്ട് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ ആണ്, അത് മാത്രമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മള് സി കെ ഡി കെ നമ്മൾ ഓൾറെഡി എ കെ ബി കെ എടുത്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ എഴുതിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. സി കെ ഡി കെ ഈക്വൽ ടു 1 to n ബി എനി ഡിസ്ജോയിന്റ് കളക്ഷൻ ഓഫ് ഓപ്പൺ ഇന്റർവൽസ്, ഓഫ് കോഴ്സ് ഫൈനൈറ്റ് ഡിസ്ജോയിന്റ് കളക്ഷൻ ഓഫ് ഓപ്പൺ ഇന്റർവൽസ് ഇൻ എ ബി വിത്ത് സിഗ്മ കെ ഈക്വൽ ടു 1 to n ഡി കെ മൈനസ് സി കെ ലെസ് ദാൻ ഡെൽറ്റ. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് സിഗ്മ കെ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് ഫൈ ഓഫ് ഡി കെ മൈനസ് ഫൈ ഓഫ് സി കെ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം, വേർ ഫൈ ഈസ് ദ ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഫൈ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്ന് കിട്ടും. അതാണ് നമ്മുടെ ആഗ്രഹം, അത് തെളിയിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫൈനൈറ്റ് ഡിസ്ജോയിന്റ് കളക്ഷൻ ഓഫ് ഓപ്പൺ ഇന്റർവൽസ് സച്ച് ദാറ്റ് സിഗ്മ കെ ഈക്വൽ ടു 1 to n ഡി കെ മൈനസ് സി കെ ലെസ് ദാൻ ഡെൽറ്റ എന്ന് എടുക്കുന്നു. ഓക്കെ, പി കെ എന്ന് പറയുന്നത് സി കെ ഡി കെ എന്ന് പറയുന്ന ക്ലോസ് ബൗണ്ടഡ് ഇന്റർവെലിന്റെ ഒരു പാർട്ടീഷൻ ആണെന്ന് കരുതുക. ഫോർ കെ ഈക്വൽ ടു 1 to എക്സെട്ര n, അതായത് C1 D1ന്റെ ഏതെങ്കിലും ഒരു പാർട്ടീഷൻ ആണ് P1. ഏത് പാർട്ടീഷൻ വേണമെങ്കിലും ആവാം. C1 D1ന്റെ ഒരു ആർബിട്രറി ആയിട്ടുള്ള പാർട്ടീഷൻ ആണ് P1. C2 D2ന്റെ ഒരു ആർബിട്രറി ആയിട്ടുള്ള പാർട്ടീഷൻ ആണ് P2, എക്സെട്ര Cn Dnന്റെ ആർബിട്രറി ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ ആണ് Pn. അങ്ങനെയെങ്കിൽ സിഗ്മ കെ ഈക്വൽ ടു 1 to n വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു സി കെ ഡി കെ
corresponding to the partition pk is less than epsilon by 2. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നേരത്തെ വിശദീകരിച്ച പോലെയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് P1 എന്ന് പറയുന്നത് നോക്കൂ, P1 എന്ന് പറയുന്നത് C1 D1ന്റെ ഒരു പാർട്ടീഷനാണ്. അപ്പോ ആ പാർട്ടീഷനിലെ ആദ്യത്തെ പോയിന്റ് C1 ആയിരിക്കും. ദെൻ അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പാർട്ടീഷൻ പോയിന്റ്സ് C11, C12 എക്സെട്ര C1K1, അതിൽ അവസാനത്തെ പോയിന്റ് D1 ആയിരിക്കും. അതാണ് P1 എന്ന് പറയുന്നത്. D1ൽ തുടങ്ങി D1ൽ അവസാനിക്കുന്ന ഒരു പാർട്ടീഷൻ ആയിട്ട്. ഇടയ്ക്ക് കുറെ പോയിന്റ്സ്, അതിൽ ഇടയ്ക്കുള്ള K1 പോയിന്റ്സ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതിന് C1 K1 എഴുതുന്നു. P2 എന്ന് പറഞ്ഞാൽ C2 D2ന്റെ പാർട്ടീഷനാണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് C2, അവസാനത്തെ പോയിന്റ് D2, ഇടയ്ക്ക് K2 പോയിന്റ്സ് ഉണ്ട്. പിന്നെ അവസാനം Pn, ആദ്യത്തെ പോയിന്റ് Cn, അവസാനത്തെ പോയിന്റ് Dn, ഇടയ്ക്ക് കുറെ പോയിന്റ്സ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ് ഇതെന്താണ് എന്ന് പരിശോധിക്കാം. C11 മൈനസ് C1 പ്ലസ് C12 മൈനസ് C11 പ്ലസ് എക്സെട്ര പ്ലസ് B1 മൈനസ് C1K1 പ്ലസ് C21 മൈനസ് C2 പ്ലസ് C22 മൈനസ് C21 പ്ലസ് എക്സെട്ര പ്ലസ് B2 മൈനസ് C2K2 പ്ലസ് എക്സെട്ര പ്ലസ് Cn1 മൈനസ് Cn പ്ലസ് Cn2 മൈനസ് Cn1 പ്ലസ് എക്സെട്ര പ്ലസ് Dn മൈനസ് Cnkn എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ ഈ ഇത്രയും എടുക്കുമ്പോൾ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആകെ D1 മൈനസ് C1 എന്ന് മാത്രം വരും. ഈ രണ്ടാമത്തെ ഇതില് D2 മൈനസ് C2 എന്ന് വരും. അവസാനത്തേല് Dn മൈനസ് Cn എന്ന് വരും. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മുടെ അസംഷൻ പ്രകാരം ഈ D1 മൈനസ് C1 പ്ലസ് D2 മൈനസ് C2 പ്ലസ് എക്സെട്ര പ്ലസ് Dn മൈനസ് Cn ലെസ് ദാൻ ഡെൽറ്റ ആണ്. നോക്കൂ, കാരണം സിഗ്മ k ഈക്വൽ ടു 1 to n dk മൈനസ് ck ലെസ് ദാൻ ഡെൽറ്റ എന്നാണ് എടുത്തിട്ടുള്ളത്. സോ നമുക്കത് ലെസ് ദാൻ ഡെൽറ്റ എന്ന് വരും. അപ്പൊ നോക്കൂ, ഇത് ഈ എഴുതിയിട്ടുള്ള ആള് ലെസ് ദാൻ ഡെൽറ്റയാണ്. അങ്ങനെയാണെങ്കിൽ എഫിന്റെ അബ്സല്യൂട്ട് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ പ്രകാരം ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് കുറെ സബ് ഇന്റർവൽസ്, ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഡിസ്ജോയിന്റ് സബ് ഇന്റർവൽസ് ഉണ്ട്. ആ ഓരോ സബ് ഇന്റർവലുകളുടെയും ലെങ്ത്തുകളുടെ സമ്മ് എടുത്തു കഴിഞ്ഞാൽ അത് ലെസ് ദാൻ ഡെൽറ്റയാണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ എൻ പോയിന്റ്സിലുള്ള ഫംഗ്ഷൻസിന്റെ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസുകളുടെ സമ്മ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ് എന്നുള്ളതാണ് എഫിന്റെ അബ്സല്യൂട്ട് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പൊ നോക്കൂ, നമുക്ക് ഇവിടെയുള്ള ആ സബ് ഇന്റർവൽസ് എന്ന് പറയുന്നത് ഇതാണ് C11 C1 C11 then C11 C12 C1K1 D1 then C2 C21 അങ്ങനെ ഫൈനലി Cnkn Dn എന്ന് പറയുന്ന ഇത്രയും ഫൈനൈറ്റ്ലി മെനി ഡിസ്ജോയിന്റ് കളക്ഷൻ ഓഫ് ഓപ്പൺ ഇന്റർവൽസ് എടുത്ത് അവയുടെ ലെങ്ത്തുകളുടെ സം ലെസ് ദാൻ ഡെൽറ്റ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് f of C11 മൈനസ് f of C1 പ്ലസ് മോഡുലസ് ഓഫ് f of C12 മൈനസ് f of C11 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് f of D1 മൈനസ് f of C1K1 പ്ലസ് അടുത്തതില് അതുപോലെ ഫൈനലി ഈ ആദ്യ ഭാഗം, ഈ ആദ്യത്തെ ലൈനിൽ എഴുതിയിട്ടുള്ള സം എന്ന് പറയുന്നത് P1 എന്ന പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള f റെസ്ട്രിക്റ്റഡ് ടു C1, D1 എന്ന ഫംഗ്ഷന്റെ വേരിയേഷൻ ആണ് ആദ്യത്തേലുള്ളത്. എനിവേ നമുക്ക് ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നാണ് വരിക ഇത് പ്രകാരം. പക്ഷേ ഇതിലെ ആദ്യത്തെ ആള് എന്ന് പറയുന്നത് ഇയാളെ കുറിച്ചാണ് പറയുന്നത്. ഇയാള് എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു C1 D1 കറസ്പോണ്ടിങ് ടു P1 ആണ്. രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു C2 D2 കറസ്പോണ്ടിങ് ടു P2 ആണ്. അവസാനത്തെ ആള് വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു Cn Dn കറസ്പോണ്ടിങ് ടു, അതാണ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. Is that okay? അതാണ് ഇവിടെ സിഗ്മ k ഈക്വൽ ടു 1 to n വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു CK DK കറസ്പോണ്ടിങ് ടു PK is less than എപ്സിലോൺ ബൈ 2 എന്ന് എഴുതാനുണ്ടായ കാരണം അതാണ്. ഒന്ന് വിശദീകരിച്ച് ഞാൻ താഴേക്ക് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. Is that okay? അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ ഈ PK can be any partition of CK DK. You take the supremum of any such supremum taken over all such partitions of CK DK, so that ഈ V of F restricted to CK DK, PK യുടെ supremum
എന്ന് പറയുന്നതാണ് ടോട്ടൽ വേരിയേഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് റെസ്ട്രിക്റ്റഡ് ടു സി കെ ഡി കെ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ കെ ഈക്വൽ ടു 1 to n ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു സി കെ ഡി കെ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു epsilon/2 എന്ന് കിട്ടും. വിച്ച് ഈസ് ഒബ്വിയസ്ലി ലെസ് ദാൻ എപ്സിലോൺ. എങ്ങനെ കിട്ടുന്നത്? ബൈ ടേക്കിംഗ് ദ സുപ്രീമം ആസ് പി കെ വേരി എമംഗ് പാർട്ടീഷൻസ് ഓഫ് സി കെ ഡി കെ ഫോർ ഈച്ച് കെ ഈക്വൽ ടു 1 to etc. പക്ഷേ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു സി കെ ഡി കെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ എ ഡി കെ മൈനസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ എ സി കെ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇപ്പൊ ടോട്ടൽ വേരിയേഷൻ എ ഡി കെ എന്ന് പറയുന്ന ഇന്റർവെൽ കൺസിഡർ ചെയ്യുക. അതിന്റെ ഇടയിലുള്ള ഒരു പോയിന്റ് ആണ് സി കെ എന്ന് പറയുന്നത്. സോ എ ഡി കെയിലുള്ള ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് എ സി കെയിലുള്ള ടോട്ടൽ വേരിയേഷൻ പ്ലസ് സി കെ ഡി കെയിലുള്ള ടോട്ടൽ വേരിയേഷൻ. അതായത് സി കെ ഡി കെയിലുള്ള ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് എ ഡി കെയിലുള്ള ടോട്ടൽ വേരിയേഷൻ മൈനസ് എ സി കെയിലുള്ള ടോട്ടൽ വേരിയേഷൻ. അപ്പൊ അതുകൊണ്ട് ഈ ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു സി കെ ഡി കെക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു എ ഡി കെ മൈനസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു എ സി കെ. അതായത് നമുക്ക് എന്ത് കിട്ടുന്നു? സിഗ്മ കെ ഈക്വൽ ടു 1 to n ഡി കെ മൈനസ് സി കെ ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോഴെല്ലാം സിഗ്മ കെ ഈക്വൽ ടു 1 to n ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു എ ഡി കെ മൈനസ് ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് റെസ്ട്രിക്റ്റഡ് ടു എ സി കെ ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടുന്നു. അതായത് സിഗ്മ കെ ഈക്വൽ ടു 1 to n ഇതാണ് ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ ഫൈ ഓഫ് ഡി കെ മൈനസ് ഫൈ ഓഫ് സി കെ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. അതിന്റെ അർത്ഥം ഫൈ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ്. Is that okay? Okay, sir. അപ്പൊ നമുക്ക് രണ്ട് ക്ലെയിമുകളാണ് നമുക്ക് കിട്ടിയത്. ഒന്നാമത്തെ ക്ലെയിമിൽ നമ്മൾ പറയുന്നു എഫ് എന്ന് പറയുന്നത് ബൗണ്ടഡ് വേരിയേഷൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തേൽ പറയുന്നത് എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ ഫൈ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്ന് പറയും. ക്ലെയിം 1 പ്രകാരം നമുക്ക് എഫ് ബൗണ്ടഡ് വേരിയേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച റിസൾട്ട് പ്രകാരം നമുക്ക് എഫിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ ഓഫ് എഫ് മൈനസ് ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ ഓഫ് എന്ന് എഴുതാം. ഓക്കെ. മാത്രമല്ല കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ആണ്. എഫ് പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഇൻക്രീസിംഗ് ആണ്. അങ്ങനെയാണല്ലോ നമ്മൾ ബൗണ്ടഡ് വേരിയേഷൻ ആയിട്ടുള്ള ഫംഗ്ഷനെ നമുക്ക് രണ്ട് ഇൻക്രീസിംഗ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം എന്നതിൽ നമ്മൾ പറയുന്ന കാര്യം ഇതാണ്. ആ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ തെളിയിക്കേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എഫിനെ നമുക്ക് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആയിട്ടുള്ള രണ്ട് ഇൻക്രീസിംഗ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതണം. ഇവിടെ നമുക്ക് രണ്ട് ഇൻക്രീസിംഗ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതി, കാരണം എഫ് ബൗണ്ടഡ് വേരിയേഷൻ ആണല്ലോ. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റി. ഇനി നമുക്കറിയാം ഈ ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്ന് ക്ലെയിം 2 പ്രകാരം കിട്ടും. അപ്പോ എഫ് പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതും അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ്. കാരണം എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു എഫും ജിയും അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് പ്ലസ് ജി അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ എഫ് പ്ലസ് ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ്. ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ്. എന്ത് കിട്ടി? ഇപ്പൊ ക്ലെയിം 2 പ്രകാരം ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് എഫ് പ്ലസ് ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ്. ഈ തിയറം എഫിനെ നമുക്ക് രണ്ട് അബ്സല്യൂട്ട് ഓഡിബിൾ സർ ചെറുതായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല കുറച്ച് സമയം. ഒരു 2 സെക്കൻഡ്. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. അപ്പോ എഫിന് നമുക്ക് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസും ഇൻക്രീസിംഗുമായിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസിന്റെ
ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? എഫിനെ എഫ് പ്ലസ് ടോട്ടൽ വേരിയേഷൻ മൈനസ് ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ എഴുതിയാൽ മതി. എഫ് പ്ലസ് ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസിംഗും ആണ് ആബ്സല്യൂട്ട്ലി കണ്ടിന്യൂസും ആണ്. ഈ ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസിംഗും ആണ് ആബ്സല്യൂട്ട്ലി കണ്ടിന്യൂസും ആണ്. ഓക്കെ. Okay, sir. So what you can observe is that ഈ നൊട്ടേഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കൺസിഡർ ചെയ്യാവുന്ന ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻസിന്റെ കളക്ഷൻസിനെ എല്ലാം ഇങ്ങനെ എഫ് സഫിക്സ് സ്ക്രിപ്റ്റ് എഫ് സഫിക്സ് ലിപ് എന്നും ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്യാവുന്ന അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ ഇങ്ങനെയും ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്യാവുന്ന ബൗണ്ടഡ് വേരിയേഷൻസ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ ഇങ്ങനെയും ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ടുകൾ പ്രകാരം നമ്മൾ പ്രൂവ് ചെയ്തല്ലോ ഏതൊരു ലിപ്ഷിറ്റ്സ് ഫംഗ്ഷനും ആബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ്. ഏതൊരു ആബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷനും ഫംഗ്ഷൻ ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഇൻക്ലൂഷൻസ് കിട്ടും. ഈ ഇൻക്ലൂഷൻസ് എല്ലാം സ്ട്രിക്റ്റ് ആയിരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ there are absolutely continuous functions which are not Lipschitz like f of x equal to root x on closed interval 0 1 പോലുള്ള functions. And there are functions of bounded variation which are not absolutely continuous. അതിനും നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. ചെക്ക് ഫോർ എക്സാമ്പിൾസ്. അത് അത്ര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാവുന്ന എക്സാമ്പിൾസ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ദേ ആർ ആക്ച്വലി സ്ട്രിക്റ്റ് ഇൻക്ലൂഷൻസ്. So every Lipschitz function is absolutely continuous and every absolutely continuous function is of bounded variation. അതാണ് നമ്മൾ ഈ സെക്ഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. Any questions?